അപ്പം ഇനി ഒരു ട്രാവൽ വ്ളോഗ് ആയാലോ? നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എവിടെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. ഏകദേശം ഒരു 12:45 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് കയറി. അപ്പോഴത്തേക്കും അവൻ എണീറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഉറക്കത്തിൻ്റെയും യാത്രേൻ്റെയും ഒക്കെ ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ മീൽസാണ് പറഞ്ഞിരിക്കുന്നത്. മീൽസ് എത്തിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവനെ കഴിപ്പിക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും കൊടുത്തു. കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി റോഡാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മസ്ഥല അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പം ഒത്തിരി ദൂരമുണ്ട് ഇവിടുന്ന്, ഒരു 300 കിലോമീറ്റേഴ്സ്. ഞാൻ വഴിയിൽ വെച്ച് നമ്മൾ ഏകദേശം കണ്ണും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പത്തിനേക്ക് ഇതാ കുഞ്ഞും അച്ഛനും കൂടെ വന്നു. പിന്നെ കുഞ്ഞും നീലേട്ടനും കൂടെ കുറച്ച് കളിയൊക്കെ ആയി. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു. അപ്പം ഈവനിങ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ കോടമഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. യാത്ര നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ രാത്രി ഒരു 7 മണി ആയപ്പം നമ്മൾ ധർമ്മസ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാച്യു നോക്കിക്കൊണ്ട് കളിക്കുകയാണ് കുഞ്ഞ്. അവൻ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് തലയൊക്കെ ഇട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാച്യു ആണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി കളിച്ചു. പിന്നീട് അവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ നോക്കി. എന്നാൽ ഞങ്ങൾ ഏതാണ്ട് 9-9:30 ആയപ്പോഴത്തേക്ക് റൂമിലെത്തി. പിന്നീട് നമ്മൾ ഫ്രഷപ്പായി. പിന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. നാളെ കാണാം. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 7 ഒക്കെ ആയപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ഇളനീര് കണ്ടപ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ ഫുഡൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇനിയൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ആനയുടെയൊക്കെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. അപ്പം അത് നോക്കി ആന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ്. റൂമിൽ നിന്ന് ഒരു 10 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് കേട്ടോ അമ്പലം. അപ്പം നമ്മൾ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു. കണ്ടില്ലേ, വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുക. എന്നാൽ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. നീലേട്ടനൊന്നും കഴിച്ചില്ല. ഞങ്ങളൊക്കെ ടെൻഡർ കോക്കനട്ടും ടീയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. പിന്നെ കുഞ്ഞനൊന്ന് ഉഷാറാവണ്ടേ, അവന് പിന്നെ ഫുൾ കളിയാണ്. പുറത്തൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ആളുകളൊക്കെ വന്നിട്ട് പുഴയിൽ മുങ്ങി കുളിക്കണത് ഇവിടെയാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടികൾ കൊണ്ടിട്ട് അപ്പുറം നിൽക്കുന്ന ജനസാഗരം കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെയാണത്രേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുന്നത്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. കണ്ടില്ലേ, ഭയങ്കര ആളുകളാണ്. എത്രയാ വരുന്നത്. എല്ലാവരും കൂടെ കൂടും കിടക്കൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുക. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒത്തിരി വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ അവിടെ എവിടെയും സ്ഥലമില്ല. അവിടുത്തെ ചേട്ടന്മാർ മുന്നോട്ട് പോകൂ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ എവിടെയും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മെയിൻ റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഇത്രയും ജനസാഗരത്തിൽ നീന്തി കടന്നിട്ട് വേണം നമ്മൾ അപ്പുറം എത്താനായിട്ട്. അപ്പോൾ ദൂരെ കാണുന്നതാണ് അമ്പലം. അങ്ങനെ നമുക്ക് ഇവന് മുടി കൊടുക്കാമെന്നുള്ള നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എൻക്വയറി ചെയ്തു, സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ഫോൺ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് വീഡിയോസ് അലൗഡ് അല്ല എന്ന്. നമുക്ക് ഉള്ളിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊട്ടയടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണം. അതിനുള്ള ക്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ടിക്കറ്റൊക്കെ എടുത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തു വെച്ചു, മൊട്ടയടിക്കുന്നതിന് മുന്നേ ആയും കൊണ്ട്. അപ്പോൾ ഇതാണ് ന്യൂ ലുക്ക്. അപ്പോൾ കുഞ്ഞു ഇപ്പോൾ ഇങ്ങനെയാണ് മൊട്ടയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അവന് മുടി പോയാൽ ഭയങ്കര സങ്കടമുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുടി. അപ്പോൾ അവന് അത് പോയത് ഭയങ്കര സങ്കടമാണ്. തലയ്ക്കൊക്കെ അടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ദർശനം എടുക്കാമെന്ന് വിചാരിച്ചു. കാശൊക്കെ അടയ്ക്കാൻ വേണ്ടി അച്ഛൻ പോയപ്പോഴാണ് അറിഞ്ഞത് 5 മണിക്കൂർ നമ്മൾ മിനിമം നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിപ്പോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. കാരണം ഇവനെയും കൊണ്ട് അങ്ങനെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഭഗവാൻ പോലും പറഞ്ഞു ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്ന്. അപ്പം നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇനി ഒരു പ്രാവശ്യം വന്ന് കാണാമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ ട്രാവൽ വ്ളോഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.